ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അങ്ങ് പാത തെളിച്ചു, മരുവിൻ മക്കൾക്കു മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അങ്ങ് പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൻ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ മനോഹരമായ ഒരു പാട്ടോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഐശ്വര്യമായിട്ട് ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് ഈ സന്തോഷമായ ഈ എപ്പിസോഡിലേക്ക് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആനി ചേച്ചിയെയും നമ്മുടെ സൂപ്പർ ജഡ്ജ് ശ്വേതാജിയെയും ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. ആനി ചേച്ചിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ പാട്ട് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല. അപ്പൊ ഒരു പാട്ട് പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും അഭിനേത്രി എന്നുള്ള ഇതല്ലാതെ വേറെ എന്ത് കലാരൂപമാണ് ചേച്ചിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്? അല്ല, ശരിക്കും എനിക്ക് വീണ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇൻസ്ട്രുമെന്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അന്വേഷിച്ചപ്പോൾ ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടാന്ന് പറഞ്ഞു. പിന്നെ പാട്ട് ആസ്വദിക്കാത്ത ആരാ ഉള്ളേ? നമ്മളായാലും എന്നെ ഒന്ന് മൂളിപ്പാട്ടായാലും പാടുകയല്ലേ, ഇതൊന്നും ശരിയല്ലെങ്കിൽ പോലും. അല്ല, പക്ഷെ ഞാൻ ഈ 3 കുട്ടികളുടെ അമ്മയല്ലേ, അപ്പൊ 3 കുട്ടികളെ നല്ല താരാട്ടെല്ലാം പാടിയിട്ടുണ്ടാവല്ലോ, ഉറപ്പാണ് അല്ലേ? ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മള് ബോൺ സിംഗേഴ്സ് ആണ്, എല്ലാ അമ്മമാരും ബോൺ സിംഗേഴ്സ് ആണ്. അപ്പൊ അതില് ഒന്ന് മൂളി. അയ്യോ വേണ്ട, ഞാൻ അങ്ങനെയല്ല ഉറക്കുന്നതൊന്നും. ഞാനിങ്ങനെ താരാട്ട് പാടി അല്ല ഉറക്കുന്നത്. ഞാനിങ്ങനെ
ചീഞ്ചട്ടിയിലേക്ക് 2 കരിവേപ്പില എടുത്തിടൂ, കടുകുവറ അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ താരാട്ട് പാടി അങ്ങനെയൊന്നുമില്ല. അന്നേരം ഈ പിള്ളേരന്നേലും വലിയ ഗ്യാപ്പില്ല. അപ്പത്തേനും മൂത്താള് വന്ന് ഒരാൾ തൊട്ടിൽ കിടക്കുമ്പോൾ മൂത്താള് വന്നു വെച്ചാൽ അമ്മേ എന്നെ അവിടെ പോയി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഞാൻ ഇതൊന്ന് ഉറക്കി വെച്ച് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരട്ടി ഓടിക്കുന്ന പരിവാ. അങ്ങനെ താരാട്ട് പാടാൻ അതിന് മുമ്പേ കൊച്ചുറങ്ങും. അതെ. ഓ, എന്ന് നല്ല പിള്ളേര്. ഷാജി സാറിന്റെ പൊതുവെയുള്ള നേച്ചർ എങ്ങനെ? ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ ഭയങ്കര അങ്ങനെ പാട്ട് ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണോ? ദേഷ്യക്കാരൻ? ഏറ്റവും ദേഷ്യക്കാരൻ എന്ന് പറഞ്ഞാൽ വർക്ക് നടക്കുമ്പോൾ ദേഷ്യമുണ്ട്, അല്ലാതെ ഏറ്റവും പക്ക ഫാമിലി പേഴ്സണാണ്. ഈ എപ്പോഴെങ്കിലും ഡയറക്ഷനിൽ ഇടപെട്ടിട്ടുണ്ടോ? സ്ക്രിപ്റ്റിലോ ഡയറക്ഷനിലോ? അതായത് അങ്ങനെ അഭിപ്രായങ്ങള് ഷാജിയേട്ട ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട്? അത് ആദ്യമൊക്കെ ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ കഥ പറയും. പക്ഷെ അത് പിന്നെ പറഞ്ഞു വരും ആ കഥയല്ലായിരിക്കും. സിനിമയിൽ കാണുമ്പോൾ അതേ അല്ലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ ഞാൻ ലാസ്റ്റ് സിനിമ കണ്ടോളാന്ന് പറയും. വെറുതെ എന്റെ തല പോകാൻ എനിക്ക് താല്പര്യമില്ല. അതല്ലേ. നിങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ അടുത്ത ഏതൊരു സിനിമ കണ്ടത്? അടുത്ത് കണ്ടത് വിജയുടെ ലിയോ. ഫാദർ. തീരെ പ്രതീക്ഷിക്കാത്ത. അതെ, ഞാൻ ചോദിക്കാൻ പോണേന്ന് വിസിലടിക്കാറുണ്ടോ എന്ന് നോക്കുമ്പോ വിസിലടിക്കുന്ന പടങ്ങളാണ് കണ്ടത്. ലിയോ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു വേറെ പടമായിരിക്കും പറയാന്ന് എന്റെ മനസ്സിൽ. ഈ ഷാജി സാറിന്റെ പടങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് പടം എന്തെങ്കിലും? ഉറപ്പായിട്ട് നരസിംഹമൊക്കെ. സൂപ്പർ അമ്മയും മകളും